പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഹെയർ ബാൻഡുകൾ ചെയ്യാം. ഈ ഒരു 3 കളറിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡുകളും മാലയും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ അങ്ങനെ 3 കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള വയർ ഹെയർ ബാൻഡും അതുപോലെ നമ്മുടെ എലാസ്റ്റിക് കോഡ് വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാലകളും ഹെയർ ബാൻഡുകളും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. പല ഡിസൈനിൽ നമുക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാം. ആദ്യം നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഗ്ലൂ നമ്മുടെ ഹെയർ ബാൻഡിന് അറ്റത്തായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളുടെ എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. B7000 ഗ്ലൂ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കൂടുതൽ സമയം തുറന്ന് വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു എൻഡ് ബീഡ് നമ്മൾ ഇതുപോലെയാണ് വെച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ബീഡ്സ് കോർക്കാം. നമുക്കിത് ഒരുപാട് രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 3 മോഡൽ ഈ ഒരു വീഡിയോയിൽ കാണാം. ആദ്യം ഞാൻ ഓരോ ബീഡ്സായിട്ട് മാറി മാറി കോർത്ത് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ പതാകയുടെ താഴെ വരുന്ന ഗ്രീൻ അല്ലേ, അപ്പോൾ ആദ്യം ഗ്രീന് കോർക്കുന്നുണ്ട്. ശേഷം ഒരു വൈറ്റ് എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓറഞ്ച് കോർക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ വീണ്ടും വൈറ്റാണ് കോർത്തെടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു ഗ്രീന് ബീഡ് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഒരു വൈറ്റ്, എന്നിട്ടൊരു ഓറഞ്ച്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ബീഡ്സും മാറി മാറി കോർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ഗ്രീന് ഓറഞ്ച് കളർ മുത്തുകൾക്കിടയിലും നമ്മൾ ഇതുപോലെ വൈറ്റ് ബീഡ് വെച്ചിട്ട് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് കോർത്തെടുക്കാൻ പോകുന്നത്. നമുക്കിത് ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീമിലായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ടൊന്ന് കോർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം നമ്മുടെ B7000 ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബീഡ്സൊക്കെ ഇതുപോലെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ അല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ബീഡ്സിൻ്റെ ഗ്യാപ്പിലും ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എൻഡ് ബീഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മോഡൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വയർ ഹെയർ ബാൻഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡിനെ നമ്മൾ 3 ഭാഗമാക്കിയിട്ട് ഓരോ ഭാഗത്തും ഓരോ കളറായിട്ടാണ് ബീഡ്സ് കോർത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഹെയർ ബാൻഡിൽ നമ്മൾ എത്ര ബീഡ്സ് യൂസ് ചെയ്തു എന്ന് എണ്ണി നോക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ 72 ബീഡ്സാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 72 ബീഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓരോ കളറും 24 എണ്ണം വീതം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ ഫസ്റ്റ് വൈറ്റ് കളറിലുള്ള ബീഡ്സ് 24 എണ്ണം ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഗ്രീൻ കളറും 24 എണ്ണം ഇതുപോലെ തന്നെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ എൻഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ എൻഡ് ബീഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കോർത്തെടുത്തിരിക്കുന്ന ഓരോ ബീഡ്സിൻ്റെയും ഗ്യാപ്പിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ ബീഡ്സുകൾ ഇളകി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വയർ ഹെയർ ബാൻഡിൽ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ബീഡ്സുകൾ തമ്മിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഓറഞ്ച് കളറിലുള്ള ബീഡ്സും 24 എണ്ണം ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. എൻഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡിൽ നമ്മൾ 3 കളറും ഇതുപോലെ തുല്യ ഭാഗത്താക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് കോർത്തെടുത്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ മോഡൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എൻഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് എൻഡ് ബീഡ് ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ ബീഡ്സ് കോർക്കുന്നുണ്ട്. ആദ്യം ഗ്രീന്, പിന്നെ വൈറ്റ്, ഓറഞ്ച്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ 6 ബീഡ്സ് വീതമാണ് കോർത്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റിൽ ചെയ്തെടുത്തിരുന്ന ആ ഒരു ഹെയർ ബാൻഡിൻ്റെ അതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലും ബീഡ്സ് കോർത്തെടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഓരോ ബീഡ്സ് ആയിട്ടാണ് കളർ മാറ്റിയിട്ട് കോർത്തിരുന്നത്. അതേ കളർ അനുസരിച്ച് ഈ ഒരു ഹെയർ ബാൻഡിൽ നമ്മൾ 6 എണ്ണം വീതമാണ് കോർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ എൻഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എൻഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡിൽ ഓരോ ബീഡ്സിൻ്റെ ഗ്യാപ്പിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് 3 രീതിയിൽ ഒരേ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മുടെ എലാസ്റ്റിക് കോഡാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് മാലകളും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് എത്ര നീളത്തിലാണോ മാല വേണ്ടത് അതിൻ്റെ അത്ര നീളത്തിലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ഏത് മെത്തേഡിൽ വേണമെങ്കിലും മാല ചെയ്തെടുക്കാം. ഞാനിതാ ഈ ഒരു ഹെയർ ബാൻഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിലാണ് നമ്മൾ മാല ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഓരോ ബീഡ്സ് അതുപോലെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു എലാസ്റ്റിക്കിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബീഡ്സ് കോർത്തെടുക്കാൻ
കെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് കെട്ടിട്ട് കൊടുക്കണം. നമ്മുടെ നോർമൽ രീതിയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. കുറച്ച് പേരൊക്കെ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ രീതിയിൽ കെട്ടിട്ട് കാണിച്ചു തരാം. അതിൽ നമുക്ക് ഒന്നുകൂടെ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ കെട്ടിട്ട് കൊടുക്കാറുള്ളത്. അതിനായിട്ട് നമ്മളിതുപോലെ ബീഡ്സ് സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു വശത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ നോർമലായിട്ട് കെട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിച്ചു കൊടുക്കാതെ ഇതുപോലെ ലൂസാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇതേ രീതിയിൽ അടുത്ത വശത്ത് നമ്മൾ സാധാരണ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടൈറ്റാക്കിയിട്ട് വലിക്കരുത്, ഇതുപോലെ ലൂസാക്കിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റൗണ്ടായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് വശത്തും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വലത് വശത്തുള്ളതിനെ ഇതുപോലെ ഇടത് വശത്തുള്ള റൗണ്ടിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഇടത് വശത്തുള്ളതിനെ വലത് വശത്തുള്ള റൗണ്ടിലൂടെ ഒന്ന് കോർത്തെടുക്കുന്നു. ഇനി നമ്മൾ ഇത് രണ്ടും നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ടൈറ്റാക്കിയിട്ട് തന്നെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ സാധാരണ രീതിയിൽ 3-4 പ്രാവശ്യം ഒന്ന് ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കാം. നല്ല രീതിയിൽ വലിച്ചിട്ട് ടൈറ്റാക്കിയിട്ട് തന്നെ കെട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എൻഡിൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നൂല് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എലാസ്റ്റിക് ആണെങ്കിൽ അതുപോലെ നല്ല രീതിയിൽ തന്നെ വലിയുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ വേറെ എക്സ്ട്രാ കൊളുത്തിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് നേരെ തലയിലൂടെ തന്നെ ഇടാൻ പറ്റുന്നതാണ്. വേറെ കൊളുത്ത ഹുക്ക് ഒന്നും വേണ്ട. നല്ല സ്ട്രെച്ചബിളാണ്. പിന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മളൊരു ബ്രേസ്ലെറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് പല വെറൈറ്റി മോഡലുകളും ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ബ്രേസ്ലെറ്റ് ചെറിയ കുട്ടികൾക്കുള്ള അളവിൽ ചെയ്തതാണ്. പക്ഷേ നല്ല സ്ട്രെച്ചബിളാണ്. എൻ്റെ കയ്യിലൂടെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഡിസൈനിലുള്ള ഹെയർ ബാൻഡുകളും മാലയെല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.